ഇന്ന് രാവിലെ നമ്മൾ റെഡ് ക്ലോ ക്രൈഫിഷുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് വന്ന സമയത്ത് കണ്ടതാണ് ഈ ഒരു കാഴ്ച. നമ്മുടെ മെയിൽ റെഡ് ക്ലോ ക്രൈഫിഷ്, അതായത് വലിയ മെയിൽ ഷെല്ല് പൂഴ്ച് കിടക്കുന്നതാണ് ഈ കാണുന്നത്. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അത് ചത്ത് കിടക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു ക്ലോവും കാര്യങ്ങളൊക്കെ ശരിക്കും ഒറിജിനൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി അത് ചത്ത് കിടക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഷെല്ല് തന്നെയാണെന്നുള്ള കാര്യം. ഇത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മെയിലാണ്. പുള്ളിക്കാരൻ ആ ഒരു PVC-യുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ആ ഒരു സെൻറ്ററിലത്തെ PVC-ക്കകത്ത് പുള്ളിക്കാരൻ്റെ കൈകൾ കാണാം. അപ്പോൾ പുള്ളിക്കാരൻ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഷെല്ല് കാര്യങ്ങളെല്ലാം വളരെ ലൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് 1-2 ദിവസത്തേക്കൊക്കെ അവർ അകത്തായിരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും പുറമേ വന്ന് ഫുഡൊക്കെ എടുത്തു തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മെയിലായതുകൊണ്ട് ഇതിൻ്റെ ഷെല്ല് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ശരീരത്തിൽ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് മെയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലോസ്, ആ കടിക്കുന്ന സാധനം കണ്ടില്ലേ, അതിനകത്ത് ഒരു ബ്രൈറ്റ് റെഡ് കളർ കാണാം രണ്ട് സൈഡിലും. അതുകൊണ്ട് തന്നെയാണ് റെഡ് ക്ലോ ക്രൈഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെഡ് കളർ കണ്ടില്ലേ, നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസ്, ആ ഒരു കളറും നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ബ്ലൂ കളർ അല്ലെങ്കിൽ ആ ഗ്രീനിഷ് ആയിട്ട് തോന്നിക്കുന്നത്. പിന്നെ ഇത് മെയിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലോവിൻ്റെ ആ ഒരു വണ്ണം കണ്ടില്ലേ, ആ ഒരു വിഡ്ത്ത് അത് മെയിലുകൾക്ക് വളരെ വലുതായിരിക്കും. ഫീമെയിലുകൾക്കാണെങ്കിൽ അത് ചെറുതായിരിക്കും. എൻ്റെ കൈയിൻ്റെ ആ ഒരു പത്തിയുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 6 ഇഞ്ചാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ലെങ്ത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഏകദേശം 6 ഇഞ്ചോളം വരുന്നുണ്ട്. സാധാരണ പലരും ഈ ക്രൈഫിഷുകളുടെ ഷെല്ല് അവർക്ക് തന്നെ തിന്നാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അവർ പതുക്കെ പീസുകളായിട്ട് കട്ട് ചെയ്ത് കഴിക്കും. തിന്നാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം അവർ കഴിക്കും. ഇതിൻ്റെ ഈ ഷെല്ലുണ്ടല്ലോ, ഇത് കാൽഷ്യം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മെയിനായിട്ടും കാൽഷ്യം കാർബണേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ശരീരത്തിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് മാംസം ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫീഡായിട്ട് അവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ പ്രോട്ടീൻ ഫീഡ് ഓവറായിട്ട് കൊടുക്കുന്നതും ഇവർക്ക് അത്ര നല്ലതല്ല. ഫ്രീക്വൻ്റ് ആയിട്ട് മോൾട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ഇവർ ഫ്രഷ് വാട്ടർ ക്രൈഫിഷുകളിലെ മോൺസ്റ്റേഴ്സ് ആണ്. നാച്ചുറൽ ഹാബിറ്റാറ്റുകളിൽ 1 ഫീറ്റ് വരെ ഇവർ ലെങ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ഏകദേശം 500 ഗ്രാമും വെക്കാറുണ്ട്. പക്ഷേ ടാങ്കുകളിലൊക്കെ വളർത്തുമ്പോൾ അത്രയും സൈസൊന്നും ഇവർ വെക്കാറില്ല. ഇവരെ അലങ്കാരത്തിനായിട്ടും ഭക്ഷണാവശ്യങ്ങൾക്കായിട്ടും വളർത്താറുണ്ട്. ഈ ക്രൈഫിഷുകളുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ റെഡ് ക്ലോ ക്രൈഫിഷ് എന്നും ഇവരെ വിളിക്കാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.